ബ്രോ കഴിഞ്ഞ 20 വർഷമായി ഞാൻ ഡ്രൈവ് ചെയ്യുന്നു. പക്ഷേ ഇന്ന് വരെ ഡാഷ് ക്യാം ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഈ ഡാഷ് ക്യാം ഉപയോഗിക്കണമെന്നൊക്കെ പറയാറുണ്ട്. എന്തിനാണ് ഈ ഡാഷ് ക്യാമിൻ്റെ അത്യാവശ്യം ഉണ്ടോ? ബ്രോ ഇന്നത്തെ കാലത്ത് 100% അല്ലെങ്കിൽ 200% നമ്മൾ ഡാഷ് ക്യാം ഉപയോഗിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ന് നടക്കുന്ന ഫോൾട്ട്സും അത്രയ്ക്കും ഉണ്ട്. റോഡിൽ നമുക്ക് ഒരുപാട് ആക്സിഡൻറ്റ് സിനാരിയോസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വണ്ടി ഓടിച്ച് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഫോൾട്ടി ഇൻസിഡൻറ്റും ഉണ്ട്, നോൺ ഫോൾട്ടി ഉണ്ട്. അപ്പോൾ നമ്മുടെ നോൺ ഫോൾട്ടി സിനാരിയോ ആണെങ്കിലും നമുക്ക് പ്രൂവ് ചെയ്യാൻ എവിഡൻസ് ഇല്ലെങ്കിൽ അത് ഇങ്ങനെ നമ്മളൊരു ക്ലെയിമോ കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് നീണ്ടു പോകും. അപ്പോൾ ഒരു ഡാഷ് ക്യാം ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു പ്രൂഫാണ്. ഇപ്പോൾ ഇൻ കേസ് ഒരു സ്പീഡ് ക്യാം അടിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു റെഡ് ലൈറ്റ് ക്രോസ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും യു ഹാവ് ദ പ്രൂഫ് ടു പ്രൊവൈഡ്. അതായത് ഇങ്ങനെ. പക്ഷേ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഇതാണ്, നമ്മൾ ചാടിയിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ ഫുട്ടേജ് ഇരിപ്പുണ്ട് എന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജ്. പക്ഷേ ഫോർ ദ റൈറ്റ് റീസൺ അതെപ്പോഴും ഡബിൾ ബെനിഫിഷ്യൽ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ബ്രോ ഈ പറഞ്ഞ പോലെ 20 വർഷം ഉപയോഗിച്ചില്ല, അതുകൊണ്ട് കുഴപ്പമില്ല പോയി എന്ന് പറഞ്ഞ് ഉപയോഗിക്കാതിരിക്കേണ്ട, ഉറപ്പായിട്ടും ഒന്ന് മേടിച്ച് വെക്കുക. അല്ല, ഞാൻ ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലായിടത്തും മിക്ക സ്ഥലത്തും തന്നെ നമ്മളെ ക്യാമറകളുണ്ടാവും അല്ലേ? UK എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്യാമറകളുള്ള രാജ്യം എന്നൊക്കെ പറയാം എന്ന് തോന്നുന്നു. എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു രാജ്യത്ത് നമ്മൾ നിൽക്കുമ്പോൾ എന്തിനാണ് നമ്മളൊരു അഡീഷണൽ ക്യാം വെക്കണോ എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. അതെ, അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ബ്രോ. എനിക്ക് ബൈക്ക് ഉണ്ടായിരുന്നു. ഒരു 2 വർഷം മുമ്പേ ഞാൻ ബൈക്ക് ഓടിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ബൈക്ക് ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി ബൈക്കിൽ. അപ്പോൾ സംഭവമൊന്നുമില്ല, ഞാനൊരു റൈറ്റ് ടേൺ എടുക്കാനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പിറകിൽ നിന്ന് വന്ന ഒരു കാറ് എൻ്റെ ബൈക്കിൽ കൊണ്ട് ഇടിച്ചു. കാരണം എനിക്ക് തോന്നുന്നു ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ നിൽക്കുന്ന കാണുന്നു, അങ്ങനെ ഇടിക്കുന്നു. ഇടിച്ച് ഞാൻ വന്ന് തറയിൽ വീഴുന്നു, വണ്ടിക്കൊക്കെ പണിയായി. അപ്പോൾ ഞാൻ അപ്പോഴും തന്നെ അവരുടെ ഡീറ്റെയിൽസ്, പേരും അവരുടെ നമ്പർ പ്ലേറ്റ് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടിട്ട്, കാരണം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചു. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും അതിനൊരിടത്തും എത്തിയിട്ടില്ല. എന്ത് റീസൺ എന്ന് ചോദിച്ചാൽ സഫീഷ്യൻ്റ് എവിഡൻസ് ഇല്ല. ഇത് ഞാൻ പറയുന്നത് ഒരു സൈഡ് റോഡിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെളിവൊന്നും ഇല്ല. ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ എവിടെയാണ് ബ്രോ പറയുന്ന ക്യാമറ ഇരിക്കുന്നത്? അപ്പോൾ എല്ലായിടത്തും അതില്ല. അപ്പോൾ ഈ ഡാഷ് ക്യാം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഗോപ്രോ വെച്ചിട്ടൊക്കെ പോകുന്നതിനെ നമ്മൾ നിർത്തലാക്കി നാട്ടിൽ. പക്ഷേ ഒരു പരിധി വരെ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഒരു പ്രൂഫാണ് നമ്മുടെ കയ്യിൽ അപ്പോൾ നടക്കുന്ന സംഭവത്തിനെ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതിൻ്റെ കാരണം, എൻ്റെ ഓപ്പോസിറ്റുള്ള ആൾ, ഞാൻ വിടുന്നത് 100% സത്യമായ കാര്യമാണ്. പക്ഷേ അവർ റിഫ്യൂസ് ചെയ്യാണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന്. അപ്പോൾ ഇത് കോർട്ടിൽ ഇങ്ങനെ കിടക്കുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് ഡെഫിനറ്റ്ലി വേണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെ. തീർച്ചയായിട്ടും. പക്ഷേ വർഷങ്ങളായിട്ട് നമ്മൾ ക്യാമറ ഒന്നും ഇല്ലാതെയാണ് ഓടിച്ചോണ്ടിരുന്നത് എന്ന് ഓർക്കുക. അത് ഓക്കെയാണ്, ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും നല്ലതിന് നടക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ള ഒരു പോയിന്റാണ് ഉദ്ദേശിച്ചത്. ഞാൻ നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും. ബ്രോയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളതിനൊക്കെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടോ? അതാണ് അടുത്തൊരു സംഭവം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതായത് ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു, എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇപ്പം ഞാൻ ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒബ്വിയസ്ലി വണ്ടി നിർത്തിയിടുക, പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സംഭവം. ഒരു 2 മിനിറ്റ്, ഒരു 2 അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് എടുത്ത് ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് ഓക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഒരു ക്ലിയർ മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അത് പറ്റൂല, ഒരിക്കലും അത് ഭയങ്കര ക്ലിയർ മൈൻഡ് ആവാൻ പറ്റൂല. കാരണം നമ്മൾ അഡ്രിനാലിൻ റഷായി നമ്മളൊരു അലേർട്ട് മോഡായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പം നമ്മൾ എനിക്ക് മനസ്സിലായത് അതായിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഇറങ്ങുക, എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക, ലോജിക് സിറ്റുവേഷൻ മനസ്സിലാക്കുക. നമ്മുടെ കയ്യിലാണ് മിസ്റ്റേക്ക് എങ്കിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ വലിയ സീരിയസ് ആക്സിഡൻ്റൊക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഏറ്റവും പ്രധാന കാര്യം മറ്റുള്ളവരെ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ഗോയിങ് ടു ബി ലൈക്ക് അവിടെ ഉള്ള ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ പോയി രക്ഷിക്കാൻ പറ്റത്തില്ല. ഈ രാജ്യത്ത് നമ്മൾ പോയി എടുത്ത് ഒന്നും രക്ഷിക്കാൻ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. പകരം ഉടനെ തന്നെ 999 വിളിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഒബ്വിയസ്ലി അവിടെ തീപിടുത്തതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഫയർ വരാം, ഫയറിൻ്റെ എൻജിൻ വരാം. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പോലീസ് വരാം, എല്ലാവരും വരാം അല്ലേ, ആംബുലൻസ് വരും, എല്ലാവരും വരും. അപ്പോൾ നമ്മുടെ പ്രൈമറി പ്രയോറിറ്റി അതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായത്, സത്യം പറഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് ഇൻഷുറൻസ് ഈ സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല, ഫോൾട്ട് ആരായെന്ന് മനസ്സിലായി എന്ന് കഴിഞ്ഞാൽ നേരെ പോയിട്ട് അയാളായിട്ട് സംസാരിക്കുക, ഇൻഷുറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും അഡീഷണൽ എലമെന്റ്സ് വല്ലതും ഉണ്ടോ ബ്രോ? അതായത് ബ്രോ ഇപ്പോൾ ബ്രോ പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ പറയാം. ബ്രോ പറഞ്ഞ ആ ഒരു 10 സെക്കൻഡ് ഇല്ലേ, ഇന്നത്തെ അവസ്ഥ വേണമെങ്കിൽ ഞാൻ പറയുന്നത്.
എനിക്ക് സംഭവിച്ചതാണ്. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ എൻ്റെ പുറകിൽ നിന്നും ലെഫ്റ്റിൽ ഒന്ന് തട്ടിയിട്ട് ഒരു വണ്ടി തട്ടി. പറഞ്ഞു വരുമ്പോ എല്ലാ എക്സാമ്പിളും ഉണ്ട് കയ്യിൽ, ഇഷ്ടംപോലെ ലൈഫ് ഫുൾ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തട്ടിയ ഉടനെ ഞാൻ എന്ത് ചെയ്തു, ഒരു 2 സെക്കൻഡ് ഈ പറഞ്ഞ പോലെ ഞാൻ മറ്റേ കൂടെ ഉള്ള ആളെ കാമാക്കണമല്ലോ, ഞാൻ പേടിക്കേണ്ട ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ വണ്ടി എടുത്ത് പോയി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഡാഷ് ക്യാം ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പ്രൂഫില്ല, ഇതാരാ സംഭവിച്ച സ്ക്രാച്ചും അല്ലെങ്കിൽ തട്ടിയതും നമ്മുടെ നഷ്ടം മാത്രം. അപ്പോൾ അത് നടക്കുന്നുണ്ട്. ഞാൻ ഡാഷ് ക്യാമിനെ കുറിച്ച് പറയാൻ വന്നപ്പോൾ വന്നതാണ്. പക്ഷേ ഇല്ലാതെ നോക്കുമ്പോൾ ബ്രോ പറഞ്ഞ ആസ്പെക്റ്റ് ഹെൽത്ത് ബ്രോയുടെ ആ ഒരു മൈൻഡ് അങ്ങനെയാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. പക്ഷേ ലീഗലി ഉള്ളൊരു ആസ്പെക്റ്റിൽ ഞാൻ നോക്കുമ്പോൾ സിമ്പിളാണ്. അതായത് നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ബ്രോ പറഞ്ഞ പോലെ ആദ്യം നിർത്തുക, കഴിയുന്നതും നമ്മൾ അവിടെ നിന്ന് മാറാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ആ സീനാരിയോയിൽ നിന്നും മാറിക്കൊടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് പണ്ട് നല്ല ആൾക്കാരുണ്ടായിരുന്നപ്പോൾ അത് വർക്കൗട്ട് ആവുമായിരുന്നു. ഇപ്പോൾ അതൊന്നും, കാരണം നമ്മൾ ഈ മാറാൻ പറയുന്ന സമയം കൊണ്ട് അടുത്ത ആൾ എസ്കേപ്പ് ആവുകയാണ്. അതിനേക്കാളും എവിടെയാണോ ആ സിനാരി നടന്നത് അവിടെ തന്നെ നിൽക്കുക, ഹസർഡ് ലൈറ്റ് ഓൺ ആക്കി ഇടുക, ഇറങ്ങിയ ഉടനെ തന്നെ ആദ്യം ആ കറക്റ്റ് ആ ഏരിയയുടെ ഫോട്ടോസ്, നമ്മൾ ആ വണ്ടി, നമ്മുടെ വണ്ടി, ഇതിൻ്റെ ആ ഒരു ഏരിയയുടെ ഫോട്ടോ കമ്പൽസറി എടുത്ത് വയ്ക്കുക. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ബ്രോ പറഞ്ഞ പോലെ ഇൻഷുറൻസ് കൈമാറുക, അല്ലെങ്കിൽ അവരുടെ ലൈസൻസിൻ്റെ പിക്ചർ കോപ്പി എടുത്ത് വയ്ക്കുക. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ മതി. പിന്നെ നമുക്ക് വിതിൻ 24 hours ഐ തിങ്ക് നമ്മൾ ഇൻഷുറൻസിലും ഇൻഫോം ചെയ്യണം കമ്പൽസറി. ഇത് ചെറിയ ടൈപ്പ് ആക്സിഡൻറ്റ്സ് ആണെങ്കിൽ, അതല്ല മേജർ ആണെങ്കിൽ തീർച്ചയായിട്ടും പോലീസിനെ അറിയിക്കണം, അല്ലെങ്കിൽ പോലീസിനെ മറ്റുള്ളവരെ അറിയിക്കും. പിന്നെ ഇതിനൊപ്പം വേറൊരു കാര്യമുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ വിറ്റ്നസ് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആ ഇൻസിഡൻറ്റ് നടക്കുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും കണ്ടിട്ട് നിൽക്കുകയാണെങ്കിൽ അവരോടൊന്ന് പറയുക, ഇപ്പോൾ ഈ നടന്ന ഇൻസിഡൻറ്റ് നിങ്ങൾ കണ്ടെങ്കിൽ എനിക്കൊന്ന് വിറ്റ്നസ്സിന് വേണ്ടി നിങ്ങളുടെ ഡീറ്റെയിൽസ് വരുമെന്ന് വെച്ചാൽ അവർ തരും. അതെ, കോൺടാക്ട് നമ്പറും നമ്മുടെ ഇതും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് കാര്യം വരുമ്പോൾ അപ്പോൾ ഇത് സ്ട്രോങ് ആയി. കാരണം ജെന്യുവൻ റീസൺ, ഇന്ന ഫോട്ടോസ് ഉണ്ട്, പ്രൂഫുണ്ട്, അവരുടെ അടുത്ത് പ്രൂഫ്. അപ്പം മറ്റതല്ലെങ്കിലാണ് ഈ പറഞ്ഞ 2 വർഷവും 3 വർഷവും മേ ബി ഇറ്റ്സ് നോ യൂസ് ആയിട്ട് പോകും. അപ്പം നഷ്ടം മുഴുവൻ നമുക്ക് വരും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ് ഈ പറഞ്ഞ വിറ്റ്നസ് എന്ന് പറയുന്നത്. ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ വണ്ടി വീട്ടിൽ ഇട്ടിരിക്കുന്നു, രാവിലെ ഒന്ന് നോക്കുമ്പോൾ അതിൻ്റെ കണ്ണാടി ഇടിച്ച് പൊട്ടിച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന ഒരു വണ്ടി ഇടിച്ച് പൊട്ടി കിടക്കുന്നു, ഇതിനെന്തെങ്കിലും എന്താണ് നമ്മൾ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ക്യാമറ എവിഡൻസ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക. അത് വെച്ചിട്ട് നമുക്ക് ആ നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റിയാൽ അത് ഒന്ന്. അതല്ലെങ്കിൽ അതിനാണ് ഈ കോംപ്രഹെൻസീവ് ഇൻഷുറൻസുകൾ നമ്മൾ എടുക്കുന്നത്. കാരണം ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാൽ അറ്റ്ലീസ്റ്റ് ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യും. അതല്ല തേർഡ് പാർട്ടി ഉള്ളി ഇങ്ങനെയൊക്കെ എടുക്കുന്നവരുണ്ട് ഇൻഷുറൻസ് കുറയാൻ വേണ്ടി. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കൊന്നും ഹെൽപ്ലെസ് ആവും. പിന്നെ 10,000-2,000 ആയാൽ 2,000 നമ്മൾ കയ്യിൽ നിന്ന് അപ്പോഴും വെക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും. കാരണം തുടക്ക സമയത്ത് അത് എക്സ്പെൻസീവ് ആയിരുന്നാലും ലോങ് റണ്ണിൽ അത് കുറയുകയും ചെയ്യും. നമുക്ക് എന്ത് സിറ്റുവേഷനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും എപ്പോഴും ചിന്തിക്കുക, ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം ചിന്തിക്കുക വണ്ടിയുടെ ആക്സിഡൻറ്റ് മാത്രമാണ്. അതേസമയം കോംപ്രഹെൻസീവ് ഇൻഷുറൻസിനകത്ത് പലതും കവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. 100%. വണ്ടി മാത്രമല്ല, എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ ടൈപ്പിലേക്ക് വന്നതിനും ഈ ഒരു ഇൻഫർമേഷൻ തന്നതിനും ഒത്തിരി നന്ദി. അതെ. നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും ഡ്രൈവിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടിപ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകൾ ഇടുക, അല്ലെങ്കിൽ മെസ്സേജ് ഇടുക. നമ്മൾ അതിനുള്ള വീഡിയോസ് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. സോ വീണ്ടും അടിപൊളി വീഡിയോസോട് വരാം. ലെറ്റ്സ് ടൈ അപ്പ്. ഇടയ്ക്കിടയ്ക്ക് ടൈങ് അപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരി, അപ്പോൾ താങ്ക് യു.